നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പനാമ കനാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വല്ലാത്തൊരു കഥയാണ്. അമേരിക്കയും ചൈനയും കൂടിക്കലർന്ന് കിടക്കുന്ന നയതന്ത്രം. പനാമ എന്ന ഒരു കുഞ്ഞൻ രാജ്യം ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള പനാമയുടെ ശ്രമങ്ങൾക്ക് ഒരിക്കൽ അമേരിക്ക ഒരു തിരിച്ചടി കൊടുത്തു. പനാമ കനാൽ പസഫിക്കിലെ US വ്യാപാരത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് പനാമ കനാലിന്റെ നിയന്ത്രണം തങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പനാമ US കപ്പലുകളിൽ നിന്ന് അതിന്റെ നെയിംസേക്ക് കനാൽ ഉപയോഗിക്കുന്നതിന് വലിയ ടാരിഫാണ് ഈടാക്കുന്നത്. ഇത് പരിഹാസ്യവും അന്യായവുമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കനാലിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത അമേരിക്ക പിന്നീട് 1970-കളിൽ ഒരു ഉടമ്പടിയിലൂടെ പനാമയ്ക്ക് പനാമ കനാൽ തിരിച്ചു നൽകി. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് പറയുന്നു, പനാമ കനാൽ തെറ്റായ കരങ്ങളിലേക്ക് വീഴാൻ ഞാൻ അനുവദിക്കില്ല. പനാമ കനാൽ എന്ന ജലപാതയിൽ പ്രത്യേക താൽപ്പര്യമുള്ള ചൈനയെ ഉദ്ദേശിച്ചാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. കണക്കുകൾ പറയുന്നത് US-ന് ശേഷം പനാമ കനാലിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്താവാണ് ചൈന. പനാമയാകട്ടെ കൂടുതൽ നയതന്ത്ര ബന്ധം ഇപ്പോൾ ചൈനയുമായി പുലർത്തുന്നു. ഇത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് ചില്ലറയൊന്നുമല്ല. ലോകത്തിലെ സമുദ്രങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ 5% നടക്കുന്നത് പനാമ കനാൽ വഴി. എന്നാൽ വേനൽക്കാലം എത്തുന്നതോടെ കനാലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും. തടാകത്തിലെ ജലലഭ്യത കുറയുന്നതാണ് ഇതിനുള്ള കാരണം. ഇതിനെ തുടർന്ന് ജനുവരി മുതൽ കനാൽ വഴിയുള്ള ഷിപ്പിംഗ് ചാർജുകൾ ക്രമാതീതമായി പനാമ ഉയർത്തും. പനാമയുടെ ഈ തീരുമാനം ട്രംപിനെ ചൊടിപ്പിച്ചു. പനാമ കനാലിലെ ചരക്ക് നീക്കത്തിന് വൻനിരക്ക് ഈടാക്കുകയാണെങ്കിൽ കനാലിന്റെ സഖ്യകക്ഷിയായ US-ന് കനാൽ തിരികെ നൽകേണ്ടി വരും എന്ന് ട്രംപ് പനാമയെ ഓർമ്മപ്പെടുത്തി. തെറ്റായ കരങ്ങളിൽ, അതായത് ചൈനയുടെ നിയന്ത്രണത്തിൽ പനാമ കനാൽ പെടാതിരിക്കാൻ അമേരിക്ക ഇടപെടുമെന്നാണ് ട്രംപ് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയത്. കനാലിന്റെ നിർമ്മാണത്തിൽ 38,000 അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടമായ കണക്കുകളൊക്കെ ട്രംപ് ഓർമ്മപ്പെടുത്തി. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകൾ പൂർണ്ണമായി ശരിവെക്കാൻ കഴിയില്ല. നിർമ്മാണ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. എന്നാൽ അമേരിക്കക്കാർ അത്രയേറെ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രം പറയും. വേൾഡ് സോഷ്യലിസ്റ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 5000 അമേരിക്കക്കാരാണ് കനാൽ നിർമ്മാണ വേളയിൽ അവിടെ മരിച്ചു വീണത്. അവരിൽ ഭൂരിഭാഗവും മരിച്ചത് മാറാരോഗങ്ങൾ പടർന്നു പിടിച്ച്. പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി യോജിപ്പിക്കുന്ന കനാൽ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കയിലെ വൻകിട കമ്പനികൾ. അക്കാലത്ത് കൊളംബിയയുടെ ഭാഗമായിരുന്നു പനാമ. അന്ന് $1 കോടി നൽകി കനാലിന്റെ മേൽനോട്ടം 100 വർഷത്തേക്ക് കൈക്കലാക്കാനായിരുന്നു അമേരിക്കയുടെ ശ്രമം. 1903-ൽ കൊളംബിയ US പ്രതിനിധികൾ ഈ കരാറിൽ ഒപ്പുവെക്കുന്നു. എന്നാൽ ആ കരാറിന് ബൊളീവിയൻ സെനറ്റ് അംഗീകാരം നൽകാതിരുന്നതോടെ പനാമയെ കൊളംബിയയിൽ നിന്ന് അടർത്തി മാറ്റി പ്രത്യേക രാജ്യമാക്കി US മാറ്റി. അങ്ങനെ അമേരിക്കയ്ക്ക് ഇഷ്ടപ്രകാരം ആ കരാർ അവർ പാസാക്കിയെടുത്തു. 1968-ൽ പനാമയിൽ അധികാരത്തിൽ വന്ന ഒമർ തുറിഹോസ് എന്ന പ്രസിഡന്റ് രാജ്യത്തിന് കനാലിൽ മേലുള്ള അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചു. ഭൂപരിഷ്കരണ, ആരോഗ്യ, വിദ്യാഭ്യാസ നയങ്ങളിലൂടെ മികച്ച ജനപിന്തുണ കൈവരിച്ച തുറിഹോസ് ലാറ്റിൻ അമേരിക്കയിലെ ഇടത് സർക്കാരുകളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി. തുറിഹോസിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ പനാമയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഇടത് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. 1977-ൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ കനാലിന്റെ അവകാശം പനാമയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ 4 വർഷത്തിനകം തുറിഹോസ് കൊല്ലപ്പെട്ടു. മരണത്തിന് പിന്നിൽ CIA ആണെന്ന ആരോപണം അന്നേ ശക്തിപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് അമേരിക്കയും പനാമയും തമ്മിൽ സൗഹാർദ്ദപരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അമേരിക്കൻ CIAയുടെ അടുപ്പക്കാരനെന്ന് പൊതുവെ കേട്ടിരുന്ന മാനുവൽ നൊറീഗയെ അധികാരത്തിലേറ്റി കനാൽ തിരിച്ചുപിടിക്കാമെന്ന് അമേരിക്ക പിന്നീട് കണക്കുകൂട്ടി. എന്നാൽ അദ്ദേഹവും പിന്നീട് സ്വതന്ത്ര നിലപാടുകൾ കൈക്കൊണ്ടു. തുടർന്നുള്ള കാലങ്ങളിൽ ഒരു കിട്ടാക്കനിയായി പനാമ കനാൽ അങ്ങനെ അമേരിക്കയ്ക്ക് മുന്നിൽ. കനാലിൽ കൂടി കടന്നുപോകുന്ന 3/4 കപ്പലുകളും അമേരിക്കയുടേതാണ്. താൻ അധികാരത്തിലെത്തിയാൽ പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അതിന്റെ സൂചനയാണ് US പതാകയോടൊപ്പമുള്ള കനാലിന്റെ ചിത്രം ഒരിക്കൽ ട്രംപ് പങ്കുവച്ചത്. US സ്റ്റേറ്റ് കനാലിലേക്ക് സ്വാഗതം എന്ന അടിക്കുറിപ്പോടെയാണ് പനാമ കനാലിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ട്രംപ് പങ്കുവച്ചത്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് പനാമ കനാൽ. ഇന്നേ വരെ ലോകത്ത് നടപ്പാക്കിയിട്ടുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് വിസ്മയം. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ട്രേക്ക് പാസേജും ഹോൺമുനമ്പും വഴിയുള്ള ദൈർഘ്യമേറിയ ജലമാർഗത്തെ ഒരു ചരിത്രമാക്കി പനാമ കനാൽ ഈ 2 സമുദ്രങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിൽ പുതുചരിത്രം രചിച്ചു. മുൻപ് ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോൺമുനമ്പ് ചുറ്റിയാണെങ്കിൽ 22,500 കിലോമീറ്റർ
അഥവാ പനാമ കനാൽ വഴിയാണെങ്കിൽ 9500 കിലോമീറ്റർ. ചുരുക്കത്തിൽ ലോകത്തിന് മുന്നിൽ വിരിഞ്ഞ ഒരു അത്ഭുതമാണ് പനാമ കനാൽ. അത് നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് 1880കളിൽ. അന്ന് ഫ്രാൻസിന്റെ നേതൃത്വത്തിലാണ് കനാൽ നിർമ്മാണത്തിനായി ഒരു സംഘം ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ 21,900 തൊഴിലാളികളുടെ മരണത്തിനിടയാക്കി പനാമ കനാൽ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. പനാമ കനാലിന്റെ നിർമ്മാതാക്കൾ ഒരു ഭൂപടം നോക്കി ഒരു റിബൺ പോലെ കനാലിന്റെ പാത വരച്ചിട്ടു. എന്നാൽ ഭൂപടത്തിൽ വരയ്ക്കുന്നത് പോലെയല്ല യഥാർത്ഥ നിർമ്മാണമെന്ന് പിന്നീട് അവർ തിരിച്ചറിഞ്ഞു. ഒരു ചാനൽ നിർമ്മിക്കാൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും മാരകവുമായ സ്ഥലങ്ങളിലൊന്നാണ് പനാമിയൻ ഇസ്മസ്. പാതയുടെ നിർമ്മാതാക്കൾ പ്രകൃതിയോട് മല്ലിട്ട് ഒരു ജലപാത നിർമ്മിക്കാനിറങ്ങിയപ്പോൾ പ്രകൃതി പലവട്ടം ക്ഷോഭിച്ചു. ഒരു വർഷത്തിൽ ശരാശരി 80 ഡിഗ്രി താപനില, 105 ഇഞ്ച് മഴ, പാമ്പുകൾ നിറഞ്ഞ ഒരു കാട്. അവിടെയാണ് ജലപാത ഒരുക്കേണ്ടത്, അതും കൃത്രിമ ജലപാത. പർവ്വതങ്ങൾ നീക്കം ചെയ്ത് ഈ ജലപാതയൊരുക്കുക അത്ര എളുപ്പമല്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഫ്രഞ്ച് കമ്പനികൾ മനസ്സിലാക്കി. മഴക്കാലമെത്തിയാൽ പേമാരി, വെള്ളപ്പൊക്ക സാധ്യത, ചാഗ്രസ് നദിയിൽ കുതിച്ചുയരുന്ന റാപ്പിഡുകൾ. നിർമ്മാണത്തിനിറങ്ങിയ തൊഴിലാളികൾ ചിലപ്പോൾ 2 ആഴ്ചകളോളം സൂര്യനെ കാണാതിരുന്നു. ചതുപ്പ് നിലങ്ങളിലും കുളങ്ങളിലുമൊക്കെ വ്യാപകമായ ദശലക്ഷക്കണക്കിന് മലേറിയ വാഹകരായ കൊതുകുകൾ. ചിലപ്പോൾ ടൺ കണക്കിന് ഭാരമുള്ള പാറക്കഷണങ്ങൾ താഴേക്ക് പതിക്കും. അതിനിടയിൽ ചതഞ്ഞരഞ്ഞ് മരിക്കാനാണ് മിക്ക തൊഴിലാളികളുടെയും വിധി. 3 പതിറ്റാണ്ടുകൾ അതിനിടയിൽ മരിച്ചു വീണത് 25,000 തൊഴിലാളികൾ. മരണം ഞങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു അന്ന് ചില തൊഴിലാളികൾ കുറിച്ചു. ദിവസേന തീവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് നിരവധി മരണപ്പെട്ട തൊഴിലാളികളുടെ മൃതദേഹം. 1881 ഫ്രഞ്ച് പനാമ കനാലിന്റെ നിർമ്മാണത്തിനായി ഇറങ്ങിത്തിരിച്ചത്. പനാമ പർവ്വത വനത്തിലൂടെ 51 മൈൽ നീളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് ഒരു കനാൽ നിർമ്മിക്കുക. ഇത് ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെ 120 മൈൽ കടന്നുപോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്ന് പെട്ടെന്ന് തന്നെ നിർമ്മാതാക്കൾ തിരിച്ചറിഞ്ഞു. നിർത്താതെ പെയ്യുന്ന മഴ മണ്ണിടിച്ചിലിന് കാരണമായി. അതിൽ തൊഴിലാളികൾ ജീവനോടെ കുഴിച്ചുപൂടപ്പെട്ടു. പ്രളയത്തിൽ നിർമ്മാണ സാധനങ്ങൾ അപ്പാടെ ഒലിച്ചുപോയി. എല്ലാറ്റിനുമുപരിയായി ഭൂകമ്പം രാജ്യത്തെ നടുക്കിയ നാളുകൾ. ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കോളൻ നഗരത്തെ തീ പൂർണ്ണമായി വിഴുങ്ങിക്കളഞ്ഞു. ഇതിനിടയിൽ അതിസാരം പൊട്ടിപ്പുറപ്പെട്ടു. മഞ്ഞപ്പനി, മലേറിയ എന്നീ പകർച്ചവ്യാധികൾ. പനാമയിലെത്തിയ ഫ്രഞ്ച് എഞ്ചിനീയർമാരിൽ ഭൂരിപക്ഷവും മരിച്ചു. 82ലും 83ലുമൊക്കെ നനഞ്ഞ സീസണിൽ പ്രതിദിനം 30നും 40നും ഇടയിൽ തൊഴിലാളികൾ മരിച്ചു വീണുകൊണ്ടിരുന്നു. ഒടുവിൽ 1888 ഫ്രാൻസ് ആ പദ്ധതി ഉപേക്ഷിക്കുന്നു. ഇതിനകം തന്നെ സാമ്പത്തികമായി ഏറെ പരിതാപകരമായ നിലയിലെത്തിയിരുന്നു ഫ്രാൻസ്. ഫ്രഞ്ച് സംരംഭം പാപ്പരായി 16 വർഷങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ ഭാഗികമായി കുഴിച്ച കുഴിയിലേക്ക് വീണ്ടും മണ്ണും കല്ലുമൊക്കെ വന്നു പതിച്ചു. ഇതിനിടയിൽ 1904 മുതൽ 1914 വരെ ഈ പനാമ കനാലിന്റെ നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് അമേരിക്കൻ നിർമ്മാണ കമ്പനികൾ അവിടെയെത്തി. അമേരിക്ക ഇതിൽ വലിയ താൽപ്പര്യവും കാട്ടി. കനാലിന്റെ നിർമ്മാണ വേളയിൽ പല ആശങ്കകൾ ഉയർന്നു. പനാമ എന്ന രാജ്യം തന്നെ കടലിനടിയിൽ പോകുമെന്നായിരുന്നു ഒരു കൂട്ടർ പ്രവചിച്ചത്. മകളെ പ്രസവിക്കുന്നതോടെ മാതാവ് മരിക്കും എന്നൊക്കെ അന്ന് ചിലർ പ്രവചനങ്ങൾ മുഴക്കി. എന്നാൽ ഈ കനാൽ പനാമയെക്കാളും അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും ഒക്കെ വലിയൊരു ആവശ്യമായിരുന്നു. പനാമയുടെ അധികാരത്തിന് മുകളിൽ അമേരിക്കയുടെ കടന്നുകയറ്റം അങ്ങനെ എളുപ്പമായി. പനാമ എന്ന ചെറു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇന്ന് പനാമ കനാൽ. പനാമയുടെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ 80% കനാൽ റവന്യൂ മാത്രമാണ്. 1904 മുതൽ അമേരിക്ക കനാൽ നിർമ്മാണത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. എന്നാൽ 1905 നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരുന്ന തൊഴിലാളികളും എഞ്ചിനീയർമാരുമൊക്കെ സ്ഥലം വിട്ടോടിപ്പോയി. ഇതിനിടയിൽ മഞ്ഞപ്പനി ഭീഷണി ശമിച്ചു. 1909 കനാൽ മേഖലയിൽ നിരവധി അപകടങ്ങൾ. 8 മൈൽ ദൂരം മലനിരകളിലൂടെ തൊഴിലാളികൾ 45 അടി ആഴവും കുറഞ്ഞത് 300 അടി വീതിയുമുള്ള ഒരു കിടങ്ങ് കുത്തിയതാണ് ഏറ്റവും വലിയ അപകടങ്ങൾക്ക് അന്ന് തുടക്കമിട്ടത്. 60 ദശലക്ഷം പൗണ്ടിലധികം ഡൈനാമിറ്റ് ഉപയോഗിച്ച് തൊഴിലാളികൾ അവിടെ പർവ്വതങ്ങൾ തകർത്തു. നിരവധി തൊഴിലാളികൾ സ്വയം പൊട്ടിത്തെറിച്ചു മരിച്ചു. വെള്ളപ്പൊക്കം പതിവായി. വെള്ളത്തിൽ മുങ്ങിയ ഉപകരണങ്ങളും അസ്ഥിരമായ നിലവും ഏതു സാഹചര്യങ്ങളിലും അപകടമാണ് എന്ന് തൊഴിലാളികൾ തിരിച്ചറിഞ്ഞു. പിന്നീട് മലമ്പനി അകറ്റാൻ ക്വിനൈൻ കുടിക്കുന്നതിന്റെ പാർശ്വഫലമായി തൊഴിലാളികൾക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടു. കനാൽ നിർമ്മാണത്തിന് തൊഴിലാളികൾ പോയിരുന്നത് ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെ. മാരകമായ പരിക്കേറ്റ് പലരും അംഗവിഹീനരായി. പനാമ കനാൽ തൊഴിലാളികളിൽ പലരും അംഗവൈകല്യം സംഭവിച്ചവർ.
കൃത്രിമ അവയവ നിർമ്മാതാക്കൾ കനാൽ നിർമ്മാതാക്കളുമായി വളരെ കുതിപ്പിക്കുന്ന കരാറുകൾക്കായി ക്യൂ നിന്നു. 1904 1913 5855 കനാൽ തൊഴിലാളികളുടെ മരണങ്ങൾ. ഇത് അമേരിക്ക രേഖപ്പെടുത്തിയ കണക്കാണ്. ഭൗമോപരിതലത്തിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം നിറഞ്ഞാണ് കടലുകൾ രൂപം കൊള്ളുന്നത്. ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം നിറഞ്ഞാണ് കടലുകൾ ഉണ്ടാകുന്നത്. കടലുകൾക്കിടയിൽ പർവ്വതങ്ങൾ തുരന്ന് ഒരു ജലപാതയൊരുക്കുക, അതും കടൽ നിരപ്പിൽ നിന്ന് ഉയരത്തിൽ. 2 മഹാസമുദ്രങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ തുരത്തിലൂടെ മനുഷ്യൻ കീറിയ ഒരു ചാലാണ് പനാമ കനാൽ. വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കുമിടയിൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഒരു ഇസ്മസ് ഉണ്ട്. കടലിൽ മണ്ണ്, എക്കൽ, പവിഴപ്പാറകൾ എന്നിവ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന തുരുത്ത്. ഈ തുരുത്തിലൂടെയാണ് പനാമ കനാൽ നിർമ്മിച്ചത്. ഈ ഇസ്മസിന്റെ തെക്കേ അറ്റത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ 2 ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു കുഞ്ഞു രാജ്യം, അതാണ് പനാമ. ഇന്ന് 30 ലക്ഷം ജനങ്ങൾ അവിടെ ജീവിക്കുന്നു. 77,082 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണം. 1979 പനാമ കനാൽ പനാമയ്ക്ക് സ്വന്തമായി ലഭിക്കുന്നത്, അതും അമേരിക്ക ഒപ്പുവെച്ച ഒരു കരാറിലൂടെ. എന്നാൽ 2000 വരെ കനാലിന്റെ ഭരണപരമായ ചുമതലകൾ നിർവഹിച്ചിരുന്നത് അമേരിക്ക. പനാമയ്ക്കും അമേരിക്കയ്ക്കുമിടയിൽ പലപ്പോഴും തർക്കവിഷയമായി അങ്ങനെ പനാമ കനാൽ. മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിനും ഇച്ഛാശക്തിക്കും മകുടോദാഹരണമാണ് ഈ പനാമ കനാൽ. 900-ൽ പരം അമേരിക്കൻ പനാമ തൊഴിലാളികളാണ് ഒരേ സമയം കനാൽ നിർമ്മാണത്തിൽ മുഴുകിയിരുന്നത്. 77 കിലോമീറ്റർ നീളം. ഇന്ന് ഇത്രയും കിലോമീറ്റർ താണ്ടാൻ മറ്റ് കപ്പലുകൾക്ക് വേണ്ടത് 8 മുതൽ 10 മണിക്കൂർ വരെ സമയം. പനാമയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് പനമാക്സ് എന്ന വിളിപ്പേരുണ്ട്. പനമാക്സ് വലിയ കപ്പലുകൾക്ക് കനാൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കനാലിലൂടെ കപ്പലുകൾ പോകുമ്പോൾ 8000 നോട്ടിക്കൽ മൈൽ, ഏകദേശം 15000 കിലോമീറ്റർ ദൂരമാണ് അവർ ലാഭിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് കനാലിലേക്ക് കപ്പലുകൾ കയറ്റുന്ന ജോലിയാണ് ആദ്യത്തെ ഡോക്കിലൂടെ. കനാൽ യാത്ര തുടങ്ങാൻ ആദ്യം കടലിൽ നിന്ന് കനാലിലേക്ക് കപ്പൽ കയറ്റണം. അവസാനം കടലിലേക്ക് തന്നെ ഈ കപ്പലുകൾ തിരിച്ചിറക്കണം. പസഫിക് സമുദ്രത്തിൽ നിന്ന് കപ്പൽ പനാമ കനാലിൽ പ്രവേശിച്ച് അറ്റ്ലാന്റിക്കിൽ ഇറങ്ങുന്നുവെന്ന് കരുതുക. സമുദ്ര ജലനിരപ്പും കനാൽ ജലനിരപ്പും തമ്മിൽ ഉയര വ്യത്യാസമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സാങ്കേതികത്വം. കനാൽ പൂർണ്ണമായും കടലിന്റെ ഭാഗമല്ല. കടലിന്റെയും തടാകത്തിന്റെയും സ്വഭാവം ഈ ജലപാതയ്ക്കുണ്ട്. സമുദ്രജലത്തെ അപേക്ഷിച്ച് ലവണ സാന്ദ്രതയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏറെ വ്യത്യസ്തം. കനാൽ സ്ഥിതി ചെയ്യുന്നത് പർവ്വത ഭാഗത്ത്. ഇത്തരം വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെ കപ്പലുകൾ ഈ ജലപാതയിലേക്ക് കടക്കും, പിന്നീട് കടലിലേക്ക് തിരിച്ചിറക്കും? 77 കിലോമീറ്റർ നീളമുള്ള ഈ കനാലിൽ ജീപ്പ് സംവിധാനമുള്ള 3 പ്രധാന ലോക്കുകളുണ്ട്. ഗാറ്റൂൺ, പെഡ്രോ, മിക്യുലൻ, മിറാഫ്ലോർസ എന്നിവയാണ് അതിൻ്റെ പേരുകൾ. കനാൽ മുഖത്തെത്തുന്ന കപ്പലുകൾ കുറച്ചു സമയം അവിടെ നിർത്തിയിടുന്നു. കപ്പലുകളുടെ മുൻഭാഗം ഉയർത്തിയെടുത്തെങ്കിൽ മാത്രമേ പിന്നീട് കനാലിലേക്ക് കയറാൻ കഴിയൂ. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ഫ്രണ്ട് വീൽ ഉയർത്തുന്നത് പോലെ കപ്പലുകൾക്ക് അത്തരമൊരു നമ്പർ അത്യാവശ്യമാണിവിടെ. പിന്നീട് കനാലിൻ്റെ പ്രവേശന ദ്വാരത്തിൽ ഒരറയുണ്ട്. സമുദ്രനിരപ്പിലുള്ള ജലവിധാനമാണ് ആദ്യം അവിടെ. കപ്പൽ ഈ ചേംബറിലേക്ക് കയറിയാലുടൻ ആ ചേംബറിൽ വെള്ളം നിറയും. കപ്പൽ ക്രമേണ മുകളിലേക്ക് ഉയരും. 2 തവണ ഇത്തരം ചേംബറിലേക്ക് കപ്പൽ മാറുന്നു. പിന്നീടാണ് ജലപാതയിലേക്ക് കപ്പൽ ഊർന്നിറങ്ങുന്നത്. ജലപാതയിലേക്ക് ഇറങ്ങാൻ ഒരു ചീപ്പ് സംവിധാനമുണ്ട്. ഈ ചീപ്പ് തുറന്ന് ജലം പമ്പ് ചെയ്യുന്നു. ഇതേ മോഡലിൽ തന്നെയാണ് കപ്പലുകൾ തിരിച്ചിറങ്ങുന്നതും. ചേംബറിലേക്ക് ജലപാതയുടെ നിരപ്പിൽ കപ്പൽ പ്രവേശിക്കുന്നു. പിന്നീട് അതിലെ ജലം പമ്പ് ചെയ്തു മാറ്റുന്നു. കടൽ നിരപ്പിലെത്തിയാൽ കപ്പൽ നേരെ കടൽ വെള്ളത്തിലേക്ക്. ഒരേ സമയം ഒരു കപ്പലിന് മാത്രമേ ചേംബറിൽ പ്രവേശിക്കാനും പിന്നീട് ചേംബറിൽ നിന്ന് പുറത്തേക്കിറങ്ങാനും കഴിയൂ. എന്നാൽ ജലപാതയിൽ ഒന്നിലധികം കപ്പലുകൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും. കനാലിന്റെ ദൂരത്തിനിടയ്ക്ക് നിരവധി പോയിന്റുകളിൽ കപ്പലുകൾക്ക് നുങ്കുരവിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. മനുഷ്യനിർമ്മിത അത്ഭുതമെന്നാണ് പനാമ കനാൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അമേരിക്കയുടെയും മറ്റും വൻതോതിലുള്ള സഹായത്തോടെ പടികഴിപ്പിച്ച ഈ പനാമ കനാലിന്റെ ഉടമസ്ഥതാവകാശം എന്നും അമേരിക്ക തങ്ങളുടേതെന്ന് കരുതുന്നു. പനാമയ്ക്ക് അവർ ഇഷ്ടദാനം ചെയ്തതാണ് എന്ന ഭാവം. അതുകൊണ്ട് തന്നെ സൂയസ് കനാലും പനാമ കനാലും അടച്ചിട്ടാൽ യുദ്ധത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുക വയ്യ. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിലെ ഈ കുറുക്കുവഴി ലോകാത്ഭുതങ്ങളിലൊന്നു തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നായി ഇത് കരുതപ്പെടുന്നു. പനാമ കനാലിന്റെ പ്രവർത്തനത്തിന്റെ കേന്ദ്രം അതിന്റെ സമർത്ഥമായ ലോക്ക് സംവിധാനം തന്നെ. 3 സെറ്റ് ലോക്കുകൾ ഉൾപ്പെടുന്ന അതിസങ്കീർണമായ ഉപയോഗക്രമം. സമുദ്രനിരപ്പിൽ നിന്ന് 85 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാത്തൂൺ തടാകത്തിലേക്ക് അങ്ങനെ കപ്പലുകളെ പ്രവേശിപ്പിക്കുന്ന വിദ്യ.
പരസ്പരം ബന്ധിച്ചിരിക്കുന്ന ഓരോ ചേംബറുകളിലൂടെയുമാണ് ഈ സാങ്കേതികത്വം പൂർത്തിയാക്കുന്നത്. കപ്പൽ ലോക്കുകളിലേക്ക് പ്രവേശിച്ചാലുടൻ കൂറ്റൻ ഗേറ്റുകളുടെ അറകൾ അടയുന്നു. തുടർന്ന് കപ്പലുകളെ ഉയർത്തുന്നതിനോ താഴ്ത്തുന്നതിനോ ജലത്തിന്റെ നിരപ്പ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്ന സാങ്കേതികവിദ്യ. ലോക്കുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള ഒരു റിസർവയറായി ഗാത്തൂൻ തടാകം സ്ഥിതി ചെയ്യുന്നു. ചാഗ്രസ് നദിയിൽ അണക്കെട്ടുണ്ടാക്കി സൃഷ്ടിച്ച് കൃത്രിമ തടാകം ആവശ്യമായ ജലത്തിന്റെ അളവ് പ്രദാനം ചെയ്യുക മാത്രമല്ല, ഒഴുക്ക് നിയന്ത്രിക്കാനും കനാലിന്റെ പ്രവർത്തനം നിലനിർത്താനുമൊക്കെ സഹായിക്കുന്നു. എന്നാൽ വേനൽക്കാലം എത്തുന്നതോടെ വെള്ളത്തിന്റെ ദൗർലഭ്യം അതുതന്നെയാണ് പനാമയെ ഏറെ കുഴയ്ക്കുന്നതും. പനാമ കനാലിൽ കപ്പലുകൾക്ക് വഴികാട്ടുന്ന നാവിഗേഷൻ ചാനലുകളുമുണ്ട്. ഈ ചാനലുകൾ പ്രത്യേക ആഴങ്ങളിലേക്ക് ട്രെഡ്ജ് ചെയ്ത് സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നു. പനാമ കനാലിന്റെ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും പണം നേടുന്നതിനായി പനാമ കനാൽ അതിന്റെ ജലത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ മേൽ ടോൾ ഈടാക്കുന്നു. പനാമ എന്ന കുഞ്ഞൻ രാജ്യം നിലനിൽക്കുന്നതും ഈ ടോൾ പിരിവിലൂടെയാണ്. കപ്പലുകളുടെ വലിപ്പം, തരം, ചരക്ക് ശേഷി എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഇത്തരം ടോൾ പിരിവുകൾ നടത്തുന്നു. അപകട സാധ്യത കുറയ്ക്കുന്നതിനും കനാലിന്റെ ശേഷി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുമായി വേഗപരിധി, ട്രാഫിക് നിയന്ത്രണ നടപടികൾ, പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ പനാമ കനാൽ നൽകുന്നു. ഇത് നിയന്ത്രിക്കുന്നത് പനാമ കനാൽ അതോറിറ്റി. അത്യാധുനിക സംവിധാനത്തിലൂടെ 2 വലിയ സമുദ്രങ്ങൾക്കിടയിൽ കപ്പലുകൾ കാര്യക്ഷമമായി കടന്നുപോകുന്ന ഒരു സാങ്കേതികവിദ്യ അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ ഗതി രൂപപ്പെടുത്തുകയും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പനാമ കനാൽ ഏറെക്കാലമായി തർക്കങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്. ആ പനാമ കനാൽ ഇങ്ങെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.